ക്വാളിറ്റി ഞാൻ പറഞ്ഞു 8 മണിക്കൂർ കിട്ടുന്നുണ്ടോ, ആ സ്മെല്ല് കിട്ടുന്നോ എന്നതിന് ശേഷം നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം. ഓക്കെ, ആ ബ്രാൻഡാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഒരു 8 മണിക്കൂറിന് വില ലാസ്റ്റിംഗ് കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഇത്. അപ്പൊ എനിക്ക് നല്ലൊരു പെർഫ്യൂം വേണം. അതായത് എനിക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് പെർഫ്യൂം. ആ ഒരു കൂടെ തന്നെ കിട്ടുന്നില്ല, ഒരു ഫ്രഷ്നസ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഇക്കാരോട് ചോദിച്ചു നോക്കാവേ. ഇക്ക, നമുക്കൊരു നല്ലൊരു പെർഫ്യൂം വേണം. അത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റിയ തിരൂര് കിട്ടുന്ന ഒരു ഷോപ്പിന്റെ പേര് ഇങ്ങക്ക് അറിയോ? ഓക്കെ, ഇക്ക പറയുന്ന ഫോർസമാള് 24 ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ കൂടെ ചോദിച്ചു നോക്കാവേ. നമുക്ക് നല്ലൊരു പെർഫ്യൂം വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾ ഏത് കട സജസ്റ്റ് ചെയ്യും? നമ്മുടെ ബോട്ടിൽ വേൾഡ് ആണ് പറഞ്ഞേക്കുന്നത്, ഉസ്വ പെർഫ്യൂമിന്റെ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എന്നുള്ളത് നമ്മുടെ തിരൂര് 471 അപ്പൊ ഇതിന് മാത്രം എന്താണ് ഹൈപ്പ് ഇരിക്കുന്നത്? എവിടെ ചോദിച്ചാലും ഒരേ ഒരു പേര് മാത്രം, ബോട്ടിൽ വേൾഡ്. അതെ ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പൊ നല്ലൊരു പെർഫ്യൂം നമുക്ക് റീറ്റെയിൽ ആയിട്ടായാലും ഹോൾസെയിൽ ആയിട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അപ്പൊ ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പെർഫ്യൂമിന്റെ ഒരു ഷോപ്പ് നമുക്ക് തുടങ്ങാവുന്നതാണ്. നമുക്കിനി ഉള്ളിലേക്ക് പോയിട്ട് ആ ഷോപ്പ് ഒന്ന് കണ്ടാലോ? അപ്പൊ നമ്മൾ തിരൂര് ഓട്ടോക്കാരോടും അതുപോലെ തന്നെ കടക്കാരോടും ഒക്കെ ചോദിച്ചു നല്ല പെർഫ്യൂം എവിടെ കിട്ടുമെന്ന്. എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞത് ബോട്ടിൽ വേൾഡ് ആണ്. ഓക്കെ, നമ്മൾ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ടാണ് ഇപ്പൊ പുതിയ ഷോപ്പായിട്ട് തുടങ്ങിയതാണ്. ഒരു ചെറിയ ഒരു പെർഫ്യൂം ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും നമ്മളത്തെ എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ട് നമ്മളൊരു കടയായിട്ട് ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനുള്ളിലേക്ക് വന്നായിരുന്നു. ഇവിടെ നമുക്ക് എല്ലാ സാധനം ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന രീതിയിൽ ഈ കടയിൽ വന്ന എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സോപ്പിന്റെ ഒക്കെ കളക്ഷൻ കണ്ടായിരുന്നു. ഞാൻ നമ്മൾ അത്ര പോലത്തെ നമ്മളെ ബ്രാൻഡഡ് ആയിട്ട് ചെയ്യുന്നതാണ്. സോപ്പ്, അതുപോലെ തന്നെ ക്രീമുകള്, ഇതൊക്കെ നമ്മളെ ബ്രാൻഡഡ് ആയിട്ടാണ് ഒസ്വ ബ്രാൻഡ് ചെയ്യുന്നത്. അതൊക്കെ ഒസ്വന്റെ ബ്രാൻഡിൽ തന്നെ ചെയ്യുന്നതാണ് ഇതൊക്കെ വരുന്നത്. അല്ല അതെ, ഒരു 10, 28, 30 ഫ്ലേവറുകൾ അതിൽ വരുന്നുണ്ട്. സോപ്പ് ആണെങ്കിൽ തന്നെ ഒറിജിനൽ ഊതിന്റെ സ്മെല്ലുള്ളത്, ഒരു ഫ്രഷ്നെസ്, അങ്ങനെ അത് അടങ്ങിയ എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ചെറിയൊരു ബിസിനസ്സുകാർക്ക് തുടങ്ങാൻ പറ്റുന്ന എല്ലാ രൂപത്തിലുള്ള പ്രൊമോട്ടേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സ്പെയറുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫ്യൂമിന്റെ ബോട്ടിലാണെങ്കിലും അതിന്റെ എല്ലാ സ്പെയറുകളും നമ്മളെ കയ്യിലുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓയിലുകളും പെർഫ്യൂമിന്റെ കോമ്പൗണ്ടുകളും എല്ലാം നമ്മുടെ കയ്യിൽ താഴെയുണ്ട്, ഹസ്ബൻഡ് അടുത്തുണ്ട്. അപ്പൊ നമുക്ക് ലോങ്ങിൽ നിന്ന് ഇപ്പൊ ആലപ്പുഴക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവിടെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ ഫസ്റ്റ് ഓൺ ടൈമിലൊക്കെ നേരിട്ട് വന്നിട്ട് നമ്മളുമായിട്ട് അവര് സംസാരിച്ച് അവർക്ക് ഏതൊക്കെയാണ് വേണ്ടതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തത വന്നതിന് ശേഷം ഓൺ ടൈം വന്നെടുത്താൽ പിന്നെ അവർ ഞാൻ അയച്ചു കൊടുക്കും. അല്ല ഓൺലൈനിൽ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു തവണ അവർക്ക് അറിയില്ല ഏതാണ് സാധനം എന്നൊന്നും ഒരു പിടുത്തമില്ലാത്ത ആൾക്കാരില്ല. അത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇന്ന സാധനം വിടും എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കാം. പുതിയ ആൾക്കാരൊക്കെ നേരിട്ട് ഒരു തവണ വന്നിട്ട് അവർ നമ്മൾ കണ്ടിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാം. അല്ല ഐഡിയ ഇല്ലാത്തവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ നേരിട്ട് വരും, ഓൺ ടൈം നേരിട്ട് വരാം, പിന്നെ അവർക്ക് അയച്ചു കൊടുക്കാം. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഏത് രീതിയിലേക്ക് നമ്മൾ കൊടുക്കാം. എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള കട നമ്മൾ ഈ ഷോപ്പാണല്ലോ. ഓക്കെ നമ്മളിവിടെ താഴെ ഇപ്പൊ തുടങ്ങിയിട്ട് ഒസ്വ പെർഫ്യൂംസ് 4 വർഷത്തിന്റെ മേലില്ല. ഇതിപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒരു 1.5 മാസേ ആയിട്ടുള്ളൂ. 1.5 മാസം ആൾക്കാർ ഒരുപാട് പേര് വന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി കിട്ടുന്ന ഒരു ഷോപ്പ് നിങ്ങൾ എവിടെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു ഇതിൽ ഉദ്ദേശിച്ചതാണ് ഇങ്ങനെ എല്ലാം കൂടി കിട്ടുന്ന ഒരു ഷോപ്പ്. അത് പെർഫ്യൂം ആയിക്കോട്ടെ, അതിനനുബന്ധിച്ചുള്ള എല്ലാ സ്പെയറുകളും, അതുപോലെ കോമ്പൗണ്ടുകൾ, അതുപോലെ ഒരുപാട് ബോട്ടിൽ ജനങ്ങൾക്ക് വേണ്ട പെർഫ്യൂം ബോട്ടിലുകളാണ്. അപ്പൊ അതിന്റെ ഒരുപാട് കളക്ഷൻ നമ്മളെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുപോലെ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ചെറിയ ബോട്ടിലുകളുണ്ട്. ഇപ്പോൾ അത്തറായിട്ട് പെർഫ്യൂം ആയിക്കോട്ടെ, പ്രത്യേകിച്ച് അത്തറിന്റെ ഒരുപാട് 3 ml, 6 ml, 12 ml ഒക്കെ നല്ല കളക്ഷൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നെ കാണിക്കും. ആ സൈഡിലൊക്കെ ഒരുപാട് ഐറ്റംസുകൾ നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ വില കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുകയാണ് വില കുറച്ച് കൊടുക്കും നമ്മള്. അപ്പോൾ സിംഗിൾ പീസ് വരികയാണെങ്കിൽ സാധനം കൊടുക്കും, പക്ഷെ പുറത്തുനിന്ന് എടുക്കണക്കാട്ടി നമ്മൾ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കും ഏത് ഫ്ലേവർ അവർ പറഞ്ഞിട്ട് 95% നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്ക് മിനിമം ഒരാൾ ഒരു 100 ml ചോദിക്കണം, കേവലം ഒരു 5 മിനിറ്റുള്ള നമുക്ക് 5 ml പെർഫ്യൂം ആയിട്ട് കൊടുക്കാം. നമുക്കത് അതായത് 95 ഫ്ലേവർ നമ്മുടെ കയ്യിലുണ്ട്. 5% എന്തായാലും ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരുവിധം ഐറ്റംസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതായത് നമ്മളായിട്ട് അലുവലായിട്ട് 100 ml, 50 ml, 30 ml, 20 ml ഏത് രീതിയിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. ഹോൾസെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 8 ml മുതൽ നമ്മൾ വരുന്നുണ്ട്. ഹോൾസെയിൽ 8 mlക്ക് നമ്മളെടുത്ത് ബോക്സ് ആയിട്ട് ബോക്സ് ടൈപ്പിൽ വരുന്നുണ്ട്. നമ്മൾ ഒസ്വന്റെ ബ്രാൻഡത്തിന് അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു 8 മണിക്കൂർ ലാസ്റ്റിംഗിൽ നമുക്ക് അവർക്ക് സാധനം കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു പെർഫ്യൂം കമ്പനി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ കിറ്റിൽ എന്തൊക്കെയുണ്ടായി? ആ കിറ്റായിട്ട് നമ്മൾ അങ്ങനെ പറയുന്നില്ല, കിറ്റായിട്ട് പറയുന്നില്ല. അപ്പൊ ഒരു പെർഫ്യൂം ആയിട്ട് അവർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഉദാഹരണം പറയണ അയാൾക്ക് അവർക്ക് ചെറുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ
അവർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ടൈമിൽ എന്തായാലും വന്ന് പാടാൻ തന്നെ നമുക്ക് ഇത് ഒരു നിലക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് ടൈമിൽ നമ്മൾ അവർ കുറച്ച് പെർഫ്യൂം നമ്മളായിട്ട് അവർക്ക് കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു 3, 4, 5 ഐറ്റംസുകൾ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ ഒരു 5000 രൂപ ക്വാണ്ടിറ്റിയിൽ അവർ കൊടുത്തതിന് ശേഷം സെക്കൻഡ് ടൈമിൽ തേർഡ് ടൈം ആ പെർഫ്യൂമിനെ കുറിച്ച് അവർ പഠിക്കണം. ആ പെർഫ്യൂം എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത് സെക്കൻഡ് ടൈമിൽ വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കോമ്പൗണ്ട് ആയിക്കോട്ടെ അതിനുള്ള മറ്റുള്ള സാധനം ആയിക്കോട്ടെ നമുക്ക് കൊടുത്തതിന് അവർ പറഞ്ഞു കൊടുക്കാം. ഏറ്റവും പറഞ്ഞ മിനിമം ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ 5000 രൂപ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പെർഫ്യൂം അവർ കയ്യിൽ നമ്മൾ കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു കച്ചവടം ചെയ്യാൻ പറ്റിയ പെർഫ്യൂം ഒരു 3, 4 ഫ്രാഗ്രൻസിൽ നമുക്ക് ഒരു 6 പീസ് 8 പീസ് ലെവലിലേക്ക് നമ്മൾ കയ്യിൽ കൊടുക്കാം. 20 ml 30 ml നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം. അതിന്റെ അങ്ങനെ സെക്കൻഡ് ടൈമിൽ വരികയാണ് അവർ പറയുകയാണ് ഇനി ഞങ്ങൾ തന്നെ ചെയ്തോളെന്ന് പറയുമ്പോൾ അതിന്റെ അത്യാവശ്യമായ എല്ലാ അതിന്റെ പാർട്സുകളും അതായത് ഇതിന്റെ എല്ലാ ഈ ഐറ്റംസുകൾ ഇതിപ്പോ ഇതിന്റെ അതിന്റെ എല്ലാ സാധനങ്ങളും അതിന്റെ പുറമെ അതിന്റെ എല്ലാ ഇതുകളും ബോട്ടിലായിക്കോട്ടെ എല്ലാം കൂടെ അവരുടെ കയ്യിൽ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് പെർഫ്യൂം ബാറാണ്. ഇപ്പൊ ഒരു ചെറുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നവർക്ക് പെർഫ്യൂം ബാറായിട്ട് ഒരു 4, 5 പീസ് വെച്ചുകൊണ്ട് ആ കടയിൽ പെർഫ്യൂം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള അറിയിക്കുന്ന ഒരു സംഭവം. ഇതിൽ പല കളറിലായിട്ട് വെക്കും ചെയ്യാം. അതല്ല ഇനി ഫ്രാഗ്രൻസ് വെക്കും ചെയ്യാം. അത് ശീർഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് വരുന്നത്. അല്ല ബോട്ടിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഫാൻസി ബോട്ടിലിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ ഒരു നമുക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യക്തിക്ക് നമുക്ക് കൈമാറി കൊടുക്കാൻ പറ്റും. ഇത് ഇഷ്ടം അത് 3 ml 6 ml 10 ml ഏതും അതിലേക്ക് നമുക്ക് അതിന് അകത്ത് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഫാൻസി ബോക്സുകൾ വേറെ ഇതിന്റെ അങ്ങേവശത്ത് കാണുന്നുണ്ട് ഒരുപാട് ഇതുകള്. ഇത് യാർഡ്ലി പിന്നെ അതുപോലെ തന്നെ ഒസ്വന്റെ നമ്മൾ ഇതിനെ വരുന്നുണ്ട്. ഒസ്വന്റെ ഒരുപാട് ബഹൂറുകൾ വരുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 8-10 ഫ്ലേവറിൽ അതിൽ വരുന്നുണ്ട്. ആ ഫ്ലേവറിൽ വരുന്നുണ്ട്. അതിന്റെ കോണുകൾ വരുന്നുണ്ട്. എം ടി ആയിട്ട് ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ ചെറിയ ബോക്സുകൾ അതൊക്കെ വരുന്നത്. ഇതൊക്കെ ബർണർ വുഡ് ബർണറുകൾ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിലൊക്കെ ഇതിൽ ഊതിട്ട് ബഹൂറിട്ടാണ് കത്തിക്കുന്നത്. സ്മെല്ലടിക്കാൻ മരത്തിന്റെ ഇതൊക്കെ ലോഷനാണ് വരുന്നത്. അതിന്റെ ഇപ്പൊ ഒരു 3-4 ഫ്ലേവറിലായിട്ടുള്ള ലോഷനുകളാണ്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഐറ്റംസ് ആണ് അതൊക്കെ വരുന്നത്. ഇത് കാറിൽ വെക്കുന്നത്. അതെ ഇത് 16 പീസ് വരുന്നത് 8 ml ആണ്. ഒസ്വ ബ്രാൻഡ് ആണ്. അത്യാവശ്യം ക്വാളിറ്റിയിലാണ്. ഒരു 8 മണിക്കൂറിന് വില ലാസ്റ്റിംഗ് കൊടുക്കാൻ പറ്റിയ സാധനമാണ് വരുന്നത്. ഇതിന് കുറഞ്ഞത് ഒരുപാട് കമ്പനി വരുന്നുണ്ട്. നമ്മളതല്ലാത്ത കമ്പനികൾ പല റേറ്റിലും വരുന്നുണ്ട്. ഇത് നമ്മളിത് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇത് 8 ml ആണ് വരുന്നത് 16 പീസ്. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ഒക്കെ ചെയ്യാം. ഇപ്പം കൂടുതൽ നമ്മൾ ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവേ. ഇൻസ്റ്റ, ഫേസ്ബുക്ക് അതിലൊക്കെയാണ് ഈ വീട്ടമ്മമാരൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അതുപോലെ തന്നെ കൺമഷി, പിന്നെ ഫൗണ്ടേഷൻ, ക്രീമുകൾ, ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൂലേ. അങ്ങനെ അവർക്ക് പ്രയോജനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കാണുന്ന ബോട്ടിൽ. ഇതൊക്കെ നമുക്ക് ലിപ് ബാമിനൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ലിപ് ബാം അതുപോലെ കൺമഷി അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ. അതുപോലെ തന്നെ നമ്മൾ പലതരം ക്രീമുകൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബോട്ടിൽസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഊതു അത്തറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പലതരം ബോട്ടിലുകളും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് 5000 രൂപ റേറ്റ് ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കാം. അതിന് പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ പലതരം ബോട്ടിലുകളും അവൈലബിൾ ആണ് പെർഫ്യൂമിന് വേണ്ടിയിട്ടുള്ള. ഒസ്വ പെർഫ്യൂമിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ള ഷോപ്പ് ഇതിന്റെ താഴെ ഉണ്ട് കേട്ടോ. ഇതിന്റെ താഴെ ഫ്ലോറിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാവേ. അപ്പൊ ഇത് നിങ്ങളുടെ ഷോപ്പാ? അതെ ഇതാണ് ഒസ്വ പെർഫ്യൂംസിന്റെ ഫസ്റ്റ് ബ്രാഞ്ച്. ഇതിപ്പോ 4 വർഷം കഴിഞ്ഞു. ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെയാണ് എല്ലാവിധ നമ്മളെ ഫ്രാഗ്രൻസും ഇതിനകത്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും നമുക്ക് ഏതെങ്കിലും വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഐറ്റംസുകളൊക്കെ നമുക്ക് അതെ ഇതാണ് നമ്മൾ നിങ്ങള് പറഞ്ഞ ആ സാധനം ഇതാണ്. അതെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോ തന്നെ ലാവണ്ടർ ഒരുപാട് ഫ്ലേവർ ഉണ്ട്. എന്താ അതുപോലെ തന്നെ അത് സ്ട്രോബെറി ഒരു സ്മെല്ല് പെട്ടതാണ്. ഏകദേശം നമ്മൾ 1500ഓളം ഫ്ലേവർ നമ്മളെടുത്ത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ഫ്ലേവറും ഉണ്ട്. ഇപ്പൊ പുതിയത് ഇറങ്ങിയത് എല്ലാം ഫ്ലേവർ ചോദിച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ. 5 മിനിറ്റിലോട്ട് തന്നെ നമുക്ക് 8 ml ഒക്കെ ആണെങ്കിൽ 8 അല്ല 100 ml വരെ നിങ്ങൾക്ക് 5 മിനിറ്റോടെ എല്ലാം നമുക്ക് അവർ പറഞ്ഞ സ്മെല്ലിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് നല്ലൊരു പെർഫ്യൂം വേണം. അതായത് എനിക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് പെർഫ്യൂം. എന്താ ഡിമാൻഡുകൾ പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പോ കുളിയൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ രീതിയിൽ കിട്ടുന്ന ഒരു പെർഫ്യൂം എനിക്ക് വേണ്ടി തരാൻ പറ്റും. ഞാൻ ഉണ്ടാക്കി തരാം. ഒരു 5 നിമിഷം ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം.
ഓക്കെ. ഇത് അത്യാവശ്യം നല്ല കോള്, അതുപോലെ നിങ്ങൾ പറഞ്ഞ ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നിങ്ങളത് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അതിൽ പറയാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. എത്ര ക്വാളിറ്റി ഞാൻ പറഞ്ഞ 8 മണിക്കൂർ കിട്ടുന്നുണ്ടോ, ആ സ്മെല്ല് കിട്ടുന്നോ എന്നതിന് ശേഷം നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം. ഓക്കെ. അല്ലാതെ അതെ ഒരു ഇതിനു വേണ്ടി പറയുന്നത് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം. ഓക്കെ. ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അളവിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആ ഒരു കൂടെ തന്നെ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. ഇനി നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ഒന്നും കൂടി സെലക്ട് ചെയ്യും, എങ്ങനെയുണ്ട് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. ഇത് നമ്മളെ കമ്പനിയുടെ സാധനം ഒസ്മ ഫ്രഷ് കാരണം നമ്മളെ കമ്പനിയുടെ സാധനം തന്നെ. അത്യാവശ്യം സ്മെല്ലും ഉണ്ട്. ഒരു എന്താ പറയാ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന കിട്ടുന്ന ഒരു സ്മെല്ല്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനായിട്ടായാലും ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ അതിന് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു തരാം. ഇനി വേണമെങ്കിൽ അതിനെ നിങ്ങൾക്ക് അപ്പൊ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒസ്വ ഫ്രഷിന്റെ ലേബിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പെർഫ്യൂമിന്റെ പേര് ഒസ്വ ഫ്രഷ് എന്നാണ്. അപ്പൊ എനിക്ക് നല്ല ഫീലിങ്സ് ആണ് തോന്നിയത്. എനിക്ക് ആ സ്മെല്ലൊക്കെ ഓക്കെയാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് അതൊന്നും കൂടി ഞാൻ നോക്കുന്നുണ്ട്. റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. എത്ര ടൈം കിട്ടുന്നത് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ അത് പറഞ്ഞാൽ മതി. നല്ല റിഫ്രഷിംഗ് ഉണ്ട്, നല്ല ബ്രാൻഡ് ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. എന്തായാലും പേഴ്സണലി ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെർഫ്യൂം ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് എസ്പെഷ്യലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ലോങ്ങിൽ നിന്നുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയണ ഫ്ലേവർ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം. ഏത് ഫ്ലേവർ വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ കോഴിക്കോടൊക്കെ ആണെങ്കിൽ എവിടെ കേരളത്തില് എവിടെ വേണമെങ്കിലും, കേരളത്തിന് പുറത്താണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. കേരളത്തിന് പുറത്തും ഒരുപാട് പേരുണ്ടല്ലോ, കേരളത്തിൽ പുറത്തും നമ്മൾ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മളത്. പിന്നെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ ഷോപ്പിനെ കുറിച്ച്. താഴെ വന്നപ്പോഴാണ് കൂടുതൽ കേട്ടത്. അവരൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ പറയണ ഫ്ലേവർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടിട്ടുള്ള ഈ ഗൾഫിലൊക്കെയാ ഇങ്ങനെ പറയണ ഫ്ലേവർ ഇത്ര മിനിറ്റിനുള്ളിൽ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. പിന്നെ പരമാവധി നമ്മൾ ക്വാളിറ്റിയും കീപ്പ് ചെയ്യണുണ്ട്. പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞതിന് മുന്നേ ഫസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടിക്കോളാൻ ഞാൻ പറയില്ല. ഒരു 10 പേര് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് 7 പേർക്ക് ഞാൻ പറയുള്ളൂ. കാരണം 3 പേര് ഒന്ന് അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ വ്യത്യാസം വരും, ഒന്ന് അതുപോലെ അവർക്ക് കൂടുതൽ വെളിയിലാണ് ജോലി, ചൂടത്ത് വരും, അവർക്കൊന്നും ഇത് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയൊന്നും. അപ്പൊ എല്ലാവർക്കും ഞാൻ കിട്ടുന്നല്ല. 10 പേർക്ക് 7 പേർക്ക് ഞാൻ പറഞ്ഞ ടൈമിങ് 8 മണിക്കൂർ കിട്ടുന്നുണ്ട്. അതെ. പിന്നെ ഇപ്പൊ വെള്ളിയാഴ്ച നമുക്ക് ലീവാണ്. എല്ലാ ദിവസവും ഇല്ല, വെള്ളിയാഴ്ച ഒഴികെ മറ്റുള്ള എല്ലാ ദിവസവും രാവിലെ 9 തൊട്ട് രാത്രി 9 മണി വരെ. വെള്ളിയാഴ്ച മാത്രം മൊത്തം ലീവ്. ഞങ്ങൾ മാർക്കറ്റ് മൊത്തം ലീവായിരിക്കും. എന്നാ അത് വരുന്നത്. പക്ഷെ ഞങ്ങൾ പൊതുവെ മാർക്കറ്റിന്റെ ഞങ്ങളെ ജിമാർട്ടിന്റെ ഇതിനനുസരിച്ച് വെള്ളിയാഴ്ച പൊതുവെ ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ അവധിയായിരിക്കും. കോണ്ടാക്ട് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വഴി ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവർ വിട്ടുകൊടുക്കാം. ഓക്കെയാണ്. അപ്പൊ ഒസ്വ പെർഫ്യൂമിന് ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. അത് ഗൾഫ് ബസാറിന്റെ ഉള്ളിൽ തന്നെയാണ് ഷോപ്പ് വന്നേക്കണത്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങളുടെ ഷോപ്പ് തന്നെ അല്ലേ? അതെ. ഇത് നമ്മള് റെയിൽവേന്റെയും പിന്നെ ബസ് സ്റ്റാൻഡിൽ പോകുന്ന മെയിൻ റൂട്ടിലുള്ള ഷോപ്പാണ്. പറയാൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് കയറി അത് മെയിൻ റൂട്ടിൽ വരുന്നത്. ഇത് റെയിൽവേക്കും ബസ് സ്റ്റാൻഡിലും പോകുന്ന വഴിയില്ല, മെയിൻ ഇതില്ല വഴിയാണ് കർണാടക പെർഫ്യൂംസ്. അതെ. ഫ്രണ്ടിൽ തന്നെയാണ് കട വരുന്നത്, ഏറ്റവും ലാസ്റ്റില് വരുന്നത് കട വരുന്നത്. ഓക്കെ. അത് ഇന്ത്യൻ ATMന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് കട വരുന്നത്. ഇന്ത്യ. ഓക്കെ. ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മളെ ഊതിന്റെ ഐറ്റംസുകളാണ്. ഇങ്ങനെ ഊതിന്റെ, അതായത് ഗൾഫിൽ കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സ്റ്റിക്കുകളും ഇതിനകത്ത് ഏകദേശം നമ്മളൊരു 20 വെറൈറ്റികളോളം ഐറ്റംസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്.
ഇങ്ങോട്ടൊക്കെ ഉണ്ട്. എല്ലാം നിറച്ച് എല്ലാം ഒരു 20 വെറൈറ്റി ഐറ്റംസ്. പിന്നെ അത് വേറെ നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഏത് ഒരു ചെറിയ ഒരു പൊതുവേ പറഞ്ഞ അറബികൾക്കൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ തൊട്ടിട്ട് ഹൈ ബഡ്ജറ്റ് വരെയുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ചിലവർക്ക് അറബികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതുണ്ട്, ചിലവർ കാശ് ഒന്ന് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പൊ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ നമ്മളെടുത്ത് സാധനം നമ്മളെടുത്ത് വേണ്ടേണ്ടത് ക്വാളിറ്റി ആയിട്ട് കൊടുക്കും. അതെ 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 അതെ. ഇത്രയും സാധനങ്ങളൊക്കെ നേരിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പരമാവധി വില കുറച്ചിട്ട് നമുക്ക് സാധനം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഇത്രയും സാധനങ്ങളൊക്കെ ഹോൾസെയിൽ റേറ്റിലായിട്ടും കൊടുക്കും. അതെ അതെ. മൂന്നാമത്തെ ഷോപ്പ് അല്ലേ? പൊതുവെ അല്ല, ക്വാളിറ്റി എന്നല്ല, നമ്മൾ കൊടുക്കുന്ന സാധനം നല്ലത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കണുള്ളൂ. ഇനിയിപ്പോ ഏത് കുറഞ്ഞ നമ്മൾ പറയും, ഇത് കുറഞ്ഞ സാധനങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ സത്യസന്ധത കാണിക്കപ്പോയി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടായാലും കുറഞ്ഞതാണ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മള്. ഉണ്ട് അവർക്ക് ഉണ്ട്. അതെ, കുറഞ്ഞ വില ഹോൾസെയിൽ കൊണ്ടുവന്നവരുണ്ട്, കുറഞ്ഞത് മാത്രം ഹൈയിൽ കൊണ്ടുവന്നുണ്ട്, മീഡിയം കൊണ്ടുവന്നുണ്ട്. അവർക്കൊക്കെ പറ്റിയ സാധനങ്ങൾ നമ്മൾ കയ്യിൽ ഉണ്ട് എന്നുള്ളത്. അതിനാണ് അതേപോലെ തന്നെ. അതായത് ഹോൾസെയിൽ ആയിട്ട് അതേപോലെ തന്നെ കിട്ടും. അതെ 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 അതെ. അതിന്റെ എല്ലാ ബോക്സ്, അതേപോലെ കമ്പനിയുടെ എല്ലാ പെർഫ്യൂമുകളും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ക്രീം, സോപ്പുകള്, അത് എല്ലാം വില കൂടിയ പെർഫ്യൂം അടക്കം നമ്മളെ കയ്യിൽ സാധനം വരുന്നുണ്ട്. ലൊക്കേഷൻ തന്നെ ഫോർസ മാള് 1, ചെമ്പ്ര റോഡിൽ നേരെ കയറി വരും ചെയ്യാം. റെയിൽവേ റോഡ്, ഗുഡ്സ് റോഡ് കയറുകയും ചെയ്യാം. അതായത് ഫസ്റ്റ് ഫ്ലോറില് സെക്ടർ നമ്പർ 24 കിടക്കുന്നത്. അത് നേരെ ഫസ്റ്റ് കോണി കയറി ഫസ്റ്റ് കടയാണ് നമ്മൾ ഈ നീളത്തിൽ കാണുന്ന കടയാണ്. ഓക്കെ, ബോട്ടിൽ വേൾഡ്. ഓക്കെ.